പഴയങ്ങാടി താവം മേൽപ്പാലം അറ്റകുറ്റപ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന ആവശ്യം ശക്തം. യുഡിഎഫിന്റെ നേതൃത്വത്തിൽ മേൽപ്പാലത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് നാറാത്ത് ഉദ്ഘാടനം ചെയ്തു. അറ്റകുറ്റപ്രവൃത്തികൾക്കായി ഫെബ്രുവരി 14 മുതലാണ് പഴയങ്ങാടി താവം മേൽപ്പാലം അടച്ചിട്ടത്. മൈക്രോ കോൺക്രീറ്റിംഗ് പ്രവൃത്തി പൂർത്തിയാക്കി ടാറിംഗ് ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. മാർച്ച് 10 പ്രവൃത്തി പൂർത്തിയാക്കി പാലം തുറന്നുകൊടുക്കുമെന്നാണ് അധികൃതർ അറിയിച്ചത്. എന്നാൽ കോൺക്രീറ്റിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ ഇനിയും സമയം വേണ്ടിവരുമെന്ന സാഹചര്യത്തിൽ സമയബന്ധിതമായി പ്രവൃത്തികൾ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് യുഡിഎഫിന്റെ നേതൃത്വത്തിൽ മേൽപ്പാലത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. ഡിസിസി ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് നാറാത്ത് ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് ആളുകളാണ് ഈ പാലം അടച്ചത് വഴി ഇതുവഴി നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരെല്ലാം ഈ പാലത്തിലൂടെ ഒന്ന് നടന്നു നോക്കിയാൽ നമ്മളെല്ലാം വിഡ്ഢികളാണ് എന്ന് മാത്രമേ അതിനകത്ത് പറയാൻ സാധിക്കൂ. കാരണം ഈ പാലത്തിന്റെ മുകളിൽ യഥാവിധി ഒരു പ്രവർത്തനവും ഇപ്പോൾ നടക്കുന്നില്ല. 2 or 3 തൊഴിലാളികളെ വെച്ച് ഇത്രയും വലിയ പാലത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിന് കൃത്യമായി വെള്ളമൊഴിക്കാൻ ഇതിന്റെ മുകളിൽ ആളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചെയ്ത കോൺക്രീറ്റുകളെല്ലാം 3 or 4 ദിവസം കൊണ്ട് ഈ കൊടും ചൂടിൽ അതിന്റെ കൃത്യമായ സമയക്രമം പാലിക്കാതിരുന്നാൽ തകർന്നു പോകുമെന്നറിയാത്തവരല്ല ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ആളുകളും. അറ്റകുറ്റപ്രവൃത്തി എത്രയും വേഗം പൂർത്തിയാക്കി പാലം തുറന്നു കൊടുക്കണമെന്നാണ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. ഷാജി കലേൻ അധ്യക്ഷത വഹിച്ചു. മുജീബ് റഹ്മാൻ, കൃഷ്ണൻ കട്ടക്കുളം, ഇക്ബാൽ മുട്ടിൽ, ദേവൻ കപ്പച്ചേരി, രാഹുൽ പുത്തൻപുരയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.